ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോഷ്യോ ഫ്രണ്ട്ലി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻ ഓഫ് അഗസ്റ്റ് കോംതെയാണ്. ഇസിദോർ അഗസ്റ്റെ മേരി ഫ്രാങ്കോയിസ് സേവിയർ കോംതെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇത് നമ്മുടെ ടെസ്റ്റിലുള്ള ബയോഗ്രഫിക്കൽ സ്കെച്ചാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വളരെയധികം പ്രാധാന്യമർഹിച്ച ദാർശനികവും രാഷ്ട്രീയവുമായ ഒരു പ്രസ്ഥാനമായ പോസിറ്റിവിസത്തിൻ്റെ സ്ഥാപകനാണ് അഗസ്റ്റെ കോംതെ. സമൂഹത്തിൻ്റെ പോസിറ്റീവ് ശാസ്ത്രത്തെ സൂചിപ്പിക്കാൻ അദ്ദേഹം സോഷ്യൽ ഫിസിക്സ് എന്ന പദം ഉപയോഗിച്ചു. ഈ പദം മറ്റൊരു അർത്ഥത്തിലായിരുന്നു അക്കാലത്തെ പണ്ഡിതന്മാർ ഉപയോഗിച്ചതെന്ന് തിരിച്ചറിഞ്ഞ കോംതെ സമൂഹത്തിലെ പോസിറ്റീവ് ശാസ്ത്രത്തെ സൂചിപ്പിക്കാൻ സോഷ്യോളജി എന്ന പദം ഉപയോഗിച്ചു. സോഷ്യോളജിയുടെ സ്ഥാപക പിതാവായി അദ്ദേഹം അറിയപ്പെടുന്നു. സോഷ്യോളജി എന്നത് ലാറ്റിൻ പദമായ സോഷ്യസ്, ഗ്രീക്ക് പദമായ ലോഗോസ് എന്നീ രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നതാണ്. സോഷ്യസ് എന്നതിൻ്റെ അർത്ഥം സൊസൈറ്റി എന്നും ലോഗോസ് എന്നത് ശാസ്ത്രീയ പഠനം എന്നാണ് അർത്ഥം വരുന്നത്. അതായത് സോഷ്യോളജി എന്നാൽ സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. സമൂഹശാസ്ത്രത്തെ പോസിറ്റീവ് സയൻസായി അദ്ദേഹം നിർവചിച്ചു. പ്രകൃതിശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ദാർശനിക പ്രവണതയാണ് പോസിറ്റിവിസം. സമൂഹത്തെ ഒരു ശാസ്ത്രമായി അദ്ദേഹം കണ്ടു. സമൂഹശാസ്ത്രം പ്രകൃതിശാസ്ത്രത്തെ മാതൃകയാക്കണമെന്നും പരീക്ഷണം, നിരീക്ഷണം, താരതമ്യം തുടങ്ങിയ പ്രകൃതിശാസ്ത്ര രീതികൾ സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കണമെന്നും അദ്ദേഹം മുന്നോട്ട് വെച്ചു. അഗസ്റ്റ് കോംതെയുടെ മേജർ വർക്ക്സിൽ ചിലതാണ്: ദി പോസിറ്റീവ് ഫിലോസഫി ഓഫ് അഗസ്റ്റ് കോംതെ, ദി സിസ്റ്റം ഓഫ് പോസിറ്റീവ് പോളിറ്റി, ദി ഏർലി റൈറ്റിംഗ്സ്, റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി, അപ്പീൽ ടു കൺസർവേറ്റീവ്സ്. അദ്ദേഹത്തിൻ്റെ മേജർ തിയറീസാണ് പോസിറ്റിവിസം, തിയറി ഓഫ് എവല്യൂഷൻ ആൻഡ് പ്രോഗ്രസ്, ലോ ഓഫ് 3 സ്റ്റേജസ്, ഹയറാർക്കി ഓഫ് സയൻസസ്, ട്രൂ സയൻസ് ഓഫ് ഹ്യൂമാനിറ്റി, സോഷ്യൽ സ്റ്റാറ്റിക്സ് ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ്, സയൻറ്റിഫിക് തിയറി ഓഫ് മൊറാലിറ്റി. ഈ ഓരോ തിയറീസും നമുക്ക് ഡീപ്പായിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ, പോസിറ്റിവിസം. പോസിറ്റിവിസം എന്നൊരു വാക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അഗസ്റ്റ് കോംതെയാണ്. അദ്ദേഹം ഫ്രാൻസിലെ വെൽ എഡ്യൂക്കേറ്റഡ് ഒരു സ്കോളറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷൻ പോലുള്ള ഒരുപാട് റവല്യൂഷൻസൊക്കെ നടന്ന ആ ഒരു ടൈമായിരുന്നു. ആ ടൈമിൽ സൊസൈറ്റിയിൽ ഒരുപാട് പ്രോബ്ലംസൊക്കെ ഉണ്ടായി, ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഈ മാറ്റങ്ങളുടെ തീവ്രത കാരണം പൂർണ്ണമായൊരു പുനഃസ്ഥാപനം സാധ്യമല്ലെന്ന് ഈ കോംതെനെ പോലുള്ള ചിന്തകന്മാരൊക്കെ വിശ്വസിച്ചു. അതിനാൽ അവർ സമൂഹത്തിനൊരു പുതിയൊരു സാമൂഹിക ക്രമം കണ്ടെത്താൻ ശ്രമിച്ചു. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡാർവിൻ്റെ തിയറിയുടെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. ഡാർവിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആളുകൾ ഈ ദൈവത്തിൽ അമിതമായിട്ട് വിശ്വസിച്ചിരുന്നു. അക്കാലത്ത് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതിന് കാരണം ദൈവമായിട്ടായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഈ ഡാർവിൻ്റെ തിയറി ഡെവലപ്പായ ടൈമിൽ കുറച്ച് ആളുകൾ സയൻസിൽ യുക്തിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, സയൻസിനെ വിശ്വസിക്കാൻ തുടങ്ങി. അതായത് ഒരു ദൈവത്തിൽ നിന്ന് സയൻസിലേക്കുള്ളൊരു ട്രാൻസിഷണൽ പീരീഡായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു കോംതെയുടെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ. അദ്ദേഹം പോസിറ്റിവിസത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് പറഞ്ഞാൽ കണ്ടറിയുന്ന സത്യങ്ങളെ വിശ്വസിക്കുക എന്നതാണ്. അതായത് ഡാർവിൻ്റെ തിയറി വന്ന ടൈമിൽ ആളുകൾക്ക് സയൻസിലേക്കൊരു ചായ്വ്, അതായത് ഒരു മാറി ചിന്തിക്കുക, എല്ലാത്തിനും ദൈവം മാത്രമല്ല, യുക്തി, ദൈവത്തിൻ്റെ വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു 50% ആൾക്കാർ യുക്തിക്കനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. മനുഷ്യ സമൂഹത്തിൻ്റെ പുതിയ ശാസ്ത്രം ശാസ്ത്രീയമായി പഠിക്കണമെന്നാണ് കോംതെ വാദിച്ചത്. അതായത് പോസിറ്റിവിസം എന്നത് 3 ഘട്ടങ്ങളുള്ള രീതിയാണ്. നമ്മുടെ പ്രകൃതിശാസ്ത്രത്തെ യൂസ് ചെയ്യുന്ന അതേ മെത്തേഡ്: നിരീക്ഷണം, പരീക്ഷണം, താരതമ്യം എന്നിവ. പോസിറ്റിവിസത്തിൻ്റെ സവിശേഷതകൾ: ശാസ്ത്രം മാത്രമാണ് സാധുവായ അറിവ്. 2, വസ്തുതയാണ് അറിവിൻ്റെ ലക്ഷ്യം. 3, ശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതി തത്വശാസ്ത്രത്തിനില്ല. 4, എല്ലാ ശാസ്ത്രങ്ങൾക്കും പൊതുതത്വങ്ങൾ കണ്ടെത്തുകയും ഈ തത്വങ്ങൾ മനുഷ്യൻ്റെ പെരുമാറ്റത്തിലേക്കുള്ള വഴികാട്ടിയായും സാമൂഹിക സംഘടനയുടെ അടിസ്ഥാനമായും ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് തത്വചിന്തയുടെ ചുമതല. ഇത്രയുമാണ് പോസിറ്റിവിസത്തിൻ്റെ സവിശേഷതകൾ. കോംതെയുടെ പോസിറ്റിവിസം ശാസ്ത്രീയമാണ്. പ്രപഞ്ചം മുഴുവനും പ്രകൃതി നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്നും ഈ നിയമങ്ങൾ ശാസ്ത്രീയ രീതിയിലൂടെ പഠിക്കാമെന്നും കോംതെ വിശ്വസിച്ചു. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക്